UDFന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ രാഷ്ട്രീയ മാറ്റത്തിനനുസരിച്ചുള്ള നടപടികളുമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, അത് ശരിയാണ്, അങ്ങനെ പറഞ്ഞെന്നുള്ളത് ശരിയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. നമ്മളൊരു CPMനെ പോലെ പ്രാദേശിക പാർട്ടി അല്ലല്ലോ. ഞങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടല്ലാതെ നമുക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഇന്ന് ലിസ്റ്റ് വരും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. അല്ല, അത് എല്ലാ കാലഘട്ടത്തിലും കുറച്ച് സമയമെടുക്കും. ഇപ്പം ഇലക്ഷൻ പെട്ടെന്ന് വന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് അങ്ങനെ തോന്നുന്നത്. ഏതായാലും നല്ല ഒരു വിജയത്തിലേക്ക് UDFനെ എത്തിക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. MPമാരുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റും കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ്. അതിനകത്ത് നമ്മൾക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ചില MPമാർ നിന്നാൽ വിജയിക്കുന്ന സീറ്റുകളുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അവരെ നിർത്തണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇല്ല, അതൊക്കെ പണ്ടും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, പുതിയ കാര്യമൊന്നുമല്ല. ഞാൻ തന്നെ MLA ആയിരിക്കുമ്പോഴാണ് MP ആവുന്നത്. പിന്നെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അതൊക്കെ ഉണ്ടാകാറുള്ള കാര്യങ്ങളാണ്. ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് നേരത്തെ ഒരു ധാരണയിലെത്തി നിന്നിരുന്നെങ്കിൽ പെട്ടെന്ന് സ്ഥാനം. അല്ല, നമ്മളിത്ര പെട്ടെന്ന് ഇങ്ങനെ ഇലക്ഷൻ വരുമെന്ന് ധരിച്ചില്ലല്ലോ. സാധാരണഗതിയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിട്ടില്ല. കാരണം ഈസ്റ്റർ വരുന്നു, പെരുന്നാൾ വരുന്നു, ഇതിനിടയിൽ വളരെ ചുരുങ്ങിയ ഡേറ്റിനുള്ളിൽ ഇലക്ഷൻ നടത്തേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല, ഒരു പാർട്ടിയും കേരളത്തിൽ കരുതിയില്ല. അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരല്പ ഡിലേ വേണ്ടി വന്നത്. ഇതിപ്പോൾ പാർട്ടിയിൽ നിന്ന് പലരും പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമായി. MJ ജോബ് അടക്കമുള്ള കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ BJPയിലും അതോടെ മറ്റു പാർട്ടികളിലേക്കും പോകുന്നു. അത് കോൺഗ്രസിന് ദോഷമല്ല ഈ ഘട്ടത്തിൽ? അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അത് വലിയ കാര്യമായിട്ട് കണക്കാണ്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ താഴെത്തട്ടിൽ ഒരു CPMന് എത്രയോ ആളുകൾ പുറത്തു പോയി. അല്ല, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ ചോദിക്കുമ്പോൾ G. സുധാകരനെ പോലെ 63 വർഷം പാർട്ടി നേതാവായി ആലപ്പുഴ ജില്ല അടക്കി ഭരിച്ച നേതാവായ അദ്ദേഹം തന്നെ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അദ്ദേഹം മൂന്നാം മുഴുവൻ പിണറായി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇന്നത്തെ G. സുധാകരന്റെ പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാകും. കോൺഗ്രസിന്റെ സമ്മർദ്ദമാണോ? ഞങ്ങളെ സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. അല്ല, അതിപ്പോ ഇന്ന് അതുകൂടെ തീരുമാനിക്കും. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് MPമാര് മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ട കോൺഗ്രസ് പ്രസിഡന്റാണ്. അല്ലാണ്ട് നമുക്ക് അതിനകത്തൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. അതെ, നിങ്ങളിങ്ങനെ ഓരോ വാർത്ത കൊടുക്കുകയാണ്. KC വേണുഗോപാൽ ഗുഡ് ബൈ പറഞ്ഞ് ഫോൺ വിളിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്തിമ പട്ടിക ഇന്ന് പുറത്തു വരുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. വൈകിട്ടില്ല പട്ടിക പുറത്തു വരാൻ. നേരത്തെ തെരഞ്ഞെടുപ്പ് വന്നതാണ്. ഇത്രയധികം നേരത്തെ തെരഞ്ഞെടുപ്പ് വരുമെന്ന് കരുതിയിരുന്നില്ല. കുറച്ച് ദിവസം മാത്രമാണ് ഇനി പ്രചാരണത്തിനുള്ളത്. ഇന്ന് തന്നെ പട്ടിക പുറത്തു വരും. അപ്പം മറ്റു വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.